18 വയസ്സുകാരുടെ വോട്ട് ചേർത്തിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്താണ് ബൂത്തിന്റെ ജോലി? ബൂത്തിന്റെ ഇൻചാർജിന്റെയും ബൂത്ത് പ്രസിഡന്റിന്റെയും ജോലി എന്താ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താവശ്യത്തിനാണ്? നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് ഉണ്ടാകണ്ടേ? നിങ്ങൾ ബൂത്തുകാർ മനസ്സിലാക്കൂ, നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത്, നമ്മൾ അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിച്ചോളാം. എനിക്ക് ഒരു താല്പര്യമില്ല. ഭയങ്കര കഷ്ടമാണ് കേട്ടത്. ആദിവാസികൾ വന്ന് എന്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും, അതിനുള്ള അവകാശം എനിക്കുണ്ട്. അതാണ് കേപ്പബിലിറ്റി. നാളെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല. അപ്പോൾ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ. ഇവരെത്തിച്ചില്ല, ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും. അതിന്റെ സൂചനയാണ് നൽകിയത്. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഞാൻ എൻ്റെ പാർട്ടി വർക്കേഴ്സിനെയാണ്, അവരെ തലോടാനും അവരെ വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട്. അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല. ആളുണ്ടായിരുന്നോ ഇല്ലോ എന്ന് കണ്ടില്ലേ? നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എൻ്റെ അടുത്ത് എത്തിക്കേണ്ടത്. അതല്ലേ ഞാൻ പിന്നെ ആക്ട് ചെയ്യേണ്ടത്. അതിന്റെ ഒരു ചെറിയ സാമ്പിളാണ് അവിടെ കണ്ടത്, അത്രയേ ഉള്ളൂ. നമസ്കാരം. ജനാധിപത്യത്തിന്റെ അളവുകോലാണ് തെരഞ്ഞെടുപ്പ്, അല്ലാതെ രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധമല്ല. കയ്യിൽ ചൂരൽ വടിയുമായി നിൽക്കുന്ന സാറും കുട്ടികളും തമ്മിലുള്ള ബന്ധവുമല്ല. കമ്മീഷണർ ഭരത് ചന്ദ്രൻ ശൈലിയിൽ പ്രവർത്തകരോട് ആക്രോശിക്കുന്നതുമല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾക്കിഷ്ടമുള്ളത് പറയും, നിങ്ങൾക്കെന്താ നാട്ടുകാരെ എന്ന് ചോദിച്ച് ന്യായീകരണമുണ്ടാക്കാനും ശ്രമിക്കരുത്. ഇതല്ല മുന്നോട്ട് വെക്കാനുള്ള മാതൃക. സമൂഹ മാധ്യമങ്ങളിലടക്കം സുരേഷ് ഗോപിയുടെ ഈ ശൈലിക്കെതിരെ വിമർശനമുണ്ടാകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, നേതാവിനെ കുമ്പിട്ട് വണങ്ങുന്ന അണികളുടെ ചില ഉത്തരേന്ത്യൻ ശൈലികളുണ്ടല്ലോ, ഇവിടെ അതല്ലാത്തതുകൊണ്ടാണ്. പൗരന്മാരായ ജനങ്ങളെ വീണ്ടും പ്രജകളാക്കുമെന്ന ഭീഷണിയാണ് തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വാക്കുകളിൽ നിന്ന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. നടത്തിയത് പൗരന്മാരെ അവഹേളിക്കലാണ്. തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞത് പേടിപ്പിക്കാനാണെന്ന് ഇന്ന് തിരുത്തി പറയുന്ന സുരേഷ് ഗോപി സ്ഥിരം രാഷ്ട്രീയ മെയ് വഴക്കങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് മാത്രമാണോ? എന്തുകൊണ്ടാണ് ഇത്രയേറെ ട്രോളുകളും വിമർശനങ്ങളും? പ്രതികരണങ്ങളുമായി സജീവമായിരിക്കുന്നത് പ്രവാസ ലോകം കൂടിയാണ്. ഇതൊക്കെ കാണുമ്പോൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഈ സിനിമ തൃശൂരിലോടുമോ? പരിശോധിക്കുന്നു ഗൾഫ് 18. സ്വാഗതം. പാനലിസ്റ്റിൽ ചേരുന്നു കോൺഗ്രസ് സഹയാത്രികൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, ഒപ്പം BJP സഹയാത്രികൻ രമേശ് മന്നത്ത്. ആദ്യം അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് കിട്ടുന്ന മണ്ഡലം തൃശൂർ തന്നെയാണ്. അതിന്റെ സമ്മർദ്ദമുണ്ടാകും സ്വാഭാവികമായിട്ടും. അപ്പോ അതുകൊണ്ടൊക്കെ പറഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ ഒരു തുറന്ന ശൈലിയെന്ന് കരുതാമോ? ശ്രീ സുരേഷ് ഗോപിയുടെ വാക്കുകൾ അൺമ്യൂട്ട് ചെയ്യണം. അജി കുര്യാക്കോസ് ഓഡിയോ. കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്രീ സുരേഷ് ഗോപി തൃശൂർ ഇങ്ങ് എടുക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ഇത് വളരെ ഒരു ഈസി വാക്ക് ഓവർ ആവുമെന്ന് വിചാരിച്ചു. കാരണം മറ്റു സ്ഥാനാർത്ഥികളുടെ മോശം കൊണ്ടല്ല, നേരെ മറിച്ച് മോഡി ഗ്യാരണ്ടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാക്കാമെന്നും മോദിജി 2 വർഷം ഇവിടെ 2 പ്രാവശ്യം ഇവിടെ തൃശ്ശൂരിൽ വരികയും ഒരു പഞ്ചായത്ത് മെമ്പർ കല്യാണത്തിൽ പങ്കെടുക്കുന്നത് പോലെ പലരുടെയും കല്യാണങ്ങളിലും വിവാഹ വിരുന്നിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു പോയത് കൊണ്ട് ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് തൃശ്ശൂരിലെ ഇലക്ഷൻ വന്ന് ഞാൻ ജയിച്ച് MP ആയി കേന്ദ്രമന്ത്രിയാകാമെന്ന് സ്വപ്നം കണ്ട നടന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരം അത് മാത്രമല്ല, അതിന് ഉപരിയായിട്ട് ശ്രീ TN പ്രതാപനെതിരെ ഏതൊക്കെ തരത്തിലുള്ള
തുരുപ്പുചീട്ടുകൾ ഇറക്കാമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീമതി പത്മജ വേണുഗോപാലിനെ എങ്ങനെയൊക്കെയോ മോഹിപ്പിച്ച് BJPയിലേക്ക് കൊണ്ടുപോവുകയും അതിനൊക്കെ തുടർന്ന് തൃശൂർ അങ്ങ് സുരക്ഷിതമാക്കി എന്ന് വിശ്വസിച്ച് നടന്ന ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹത്തിന് കിട്ടിയ ഇരുട്ടടിയാണ് ശ്രീ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം സ്വപ്നത്തിലല്ല, അദ്ദേഹം ഒരു 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 സമയത്ത് പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചത്. ആ തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹം തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ചില ക്രിക്കറ്റ് കളിയിലും ഫുട്ബോൾ കളിയിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചില മത്സരങ്ങൾ നടക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ. അതുപോലെയാണ് ഇപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ച്. സുരേഷ് ഗോപി അങ്ങ് വിജയിച്ചു നിൽക്കുകയാണ് എന്നുള്ളത് ഒരു മോഹം അദ്ദേഹത്തിന് മനസ്സിൽ ഉദിക്കുകയും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചില ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പ്രചരണ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ചില ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം ഒരിക്കലും ഒരു പ്രസ്താവന നടത്തി, ഞാൻ ഇനി അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി വരികയും എന്നിട്ട് ശബരിമലയിൽ പോയി അദ്ദേഹം ഒരു പൂജാരി ആവണമെന്നുള്ള മോഹമുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ഈ 2 സഹപ്രവർത്തകർ തൃശൂർ ജില്ലയിൽ 2 പള്ളികൾ പൊളിച്ച് അമ്പലങ്ങളാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന. മൂന്നാമത്, അദ്ദേഹം ലൂത്തുമാതാ പള്ളിയിൽ അദ്ദേഹം ഒരു കിരീടം കൊടുക്കുകയുണ്ടായി. അതിനകത്ത് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിൽ ഒരു കൗൺസിലർ തന്നെ ഒരു പരാതി കൊടുക്കുകയും അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കൂടി നടക്കുമ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത ഉണ്ടാവുകയും ഇതെല്ലാം കൂടി നടക്കുന്ന സമയത്താണ് ശ്രീ കെ മുരളീധരന്റെ ഒരു മാസ് എൻട്രി ഉണ്ടാവുന്നത്. ഇന്ന് തന്നെ നമുക്കറിയാം. അല്ല, പക്ഷേ അജി കുര്യാക്കോസ്, അതൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയക്കാരാണ്, വളരെ കപട വിനയമൊക്കെ കാണിച്ചു നിൽക്കുന്ന ഒരു സംഭവങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ സത്യസന്ധമായിട്ടൊക്കെ അദ്ദേഹം പെരുമാറുന്നു എന്നുള്ളൊരു വാദമൊക്കെ ഉണ്ടല്ലോ ഇതിനൊപ്പം. അല്ല, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയല്ല മാഡം. അപർണ മാഡം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു സിനിമയല്ല. ഇത് യഥാർത്ഥ ജീവിതത്തിൽ ജനങ്ങളോട് ഇടപഴകി. നമുക്കറിയാലോ, ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇന്ന് നടത്തുന്ന ലോക ഭാരത് ജോഡോ ന്യായയാത്രയെ കുറിച്ച് അറിയാലോ. ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എപ്പോഴും പ്രവർത്തിക്കാൻ. അപ്പൊ ഇദ്ദേഹം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാർഡമിലാണ്. അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് കമ്മീഷണറായിട്ടാണ്. നേരത്തെ മേഡം പറഞ്ഞതുപോലെ കമ്മീഷണർ സിനിമയില് ഭരത് എന്താണ് അതുമായിട്ടാണ് നിൽക്കുന്നത്. അതെ, അപ്പൊ ഭരത്ചന്ദ്രൻ. അപ്പൊ ആ ഒരു ഇമേജിലാണ്, അല്ലെങ്കിൽ ആ ഒരു മൂഡിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടല്ലോ, ഒരു ആദിവാസി കോളനിയിലാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ആ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും തയ്യാറാവുന്നില്ല. അദ്ദേഹം പ്രവർത്തകർ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് എല്ലാവരും പ്രവർത്തകരാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞു പ്രജകൾ എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ പ്രജാധിപത്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനെ എതിർത്തുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പൊ ശ്രീ ബാലചന്ദ്രൻ തുള്ളിക്കാട് ഏതോ ഒരു പ്രസംഗത്തിൽ പറയുന്ന ചെറിയൊരു ബൈറ്റ് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കൊച്ചിയും തിരുവിതാംകൂറും അന്ന് മഹാരാജാക്കന്മാരുടെ കീഴിൽ നമ്മളെല്ലാം പ്രജകളായിരുന്നു. അത് മാറ്റിയെടുത്ത് നമ്മൾ പൗരന്മാരാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ വരാം. രമേശ് മനത്ത് BJP സഹയാത്രികനും കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇതൊക്കെ പ്രവാസ ലോകത്ത് നിന്ന് തന്നെ വലിയ ട്രോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളൊക്കെയാണ്. രമേശും അതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ജനങ്ങളെ പ്രജകളെന്ന് വിശേഷിപ്പിക്കാൻ ഈ ജനാധിപത്യപരമായി എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് കഴിയുക? ഇതില് നമസ്കാരം. അതായത് എനിക്ക് പറയാനുള്ളത്, ഇത് ഒന്നാമത്തെ കാര്യം, ഇന്ന് നടന്നത് പാർട്ടിയുടെ കോറായിട്ടുള്ള ആ ബൂത്തിലെ പ്രവർത്തകരുമായിട്ടുള്ള സംവദിക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ച കാര്യങ്ങളെയാണ് ഇവിടെ പർവ്വതീകരിച്ച് കാണിക്കുന്നത്. കാരണം ഒരു ബൂത്തിൽ അവിടെ പ്രവർത്തകർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അണികളെ വിമർശിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഓരോ നേതാക്കൾക്കും, ഒരു ബൂത്ത് പ്രസിഡന്റ് തലം മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ദേശീയ പ്രസിഡന്റിന് വരെ ആ അവകാശം നൽകുന്ന ഒരു സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവമാണ്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ, ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ആ
ഡാഷ് വന്നില്ലേ എന്നൊന്നും ഞങ്ങൾ തെറിയോടെ കൂടിയൊന്നും അഭിസംബോധന ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ അവരോട് വിമർശിക്കും. അവരെ അത് ക്രിയാത്മകമായ വിമർശനം ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലുണ്ട്. ഇത് ക്രിയാത്മകമായിട്ടുള്ള വിമർശനമാണോ? ഇതിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒക്കെ വിമർശനവുമായിട്ട്, കേരളം ആദരിക്കുന്ന ഒരു കവിയാണ്, അദ്ദേഹമൊക്കെ വിമർശനമായിട്ട് വരുന്നു. പ്രജകൾ എന്ന് പറയുന്നിടത്തൊരു വലിയ വിഷയമുണ്ട്. പൗരന്മാരാണ്, സ്വാതന്ത്ര്യാനന്തര കാലമാണ്, ഈ രാജഭരണമെല്ലാം കഴിഞ്ഞുകൊണ്ട് നടന്ന മുന്നേറിയ നവോത്ഥാന കാലമുണ്ട്. രാഷ്ട്രീയപരമായിട്ട്, സാമൂഹ്യപരമായിട്ട് ഇതൊക്കെ റദ്ദ് ചെയ്യുന്ന ഒരു വിളിയാണ് പ്രജകൾ എന്ന് ഇതുപോലെ പരിണതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർക്ക് വരെ തോന്നിയാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അല്ല, ഇവരെല്ലാം ഞാൻ ചോദിക്കട്ടെ, ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടെല്ലാം ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ വയനാട്ടിൽ തല്ലിക്കൊന്ന, അവർ പട്ടിയെ പോലത്തെ പോലെ ആക്രമിച്ച് കൊന്ന സമയത്തല്ല ഇവരെവിടെയായിരുന്നു? ഇവരെല്ലാം വായ തുറക്കുന്നത് BJPക്ക് എന്തെങ്കിലും പറഞ്ഞാൽ BJPക്ക് എതിരെ സംസാരിക്കുവാൻ മാത്രമായിട്ട് വായ തുറക്കുന്നവരാണ്. കാരണം എന്താണെങ്കിൽ പ്രജകൾ എന്നുദ്ദേശത്തിന്റെ അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മുടെ ഓരോ വ്യക്തികളും ഇന്ത്യ മഹാരാജ്യത്തെ പ്രജകളാണ് എന്ന് എത്രയോ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എത്രയോ പല പല പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് ചെറിയ വാക്ക് ഇത് എന്താണെന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷവും ഇന്ന് വളരെയധികം ഭയപ്പെടുന്ന ഒരു സീറ്റായി മാറി തൃശ്ശൂര്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വാഴക്കുല കൊണ്ടുകൊടുത്ത്, എന്റെ നാട്ടിലല്ല, ഞാൻ തൃശ്ശൂർകാരനാണ്, എന്റെ നാട്ടിലെ മതിലുകൾ മുഴുവൻ TN പ്രതാപിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ അത് മാറ്റാൻ എടുക്കും ഇനി 10 ദിവസം. കാരണം കഴിഞ്ഞ 1.5 മാസമായിട്ട് എഴുതിയ മതിലുകളെല്ലാം നടന്ന് പെയിന്റ് അടിക്കുക. കോൺഗ്രസ്സുകാർ ഭയന്നിരിക്കുകയാണ്. ഈ ഭയത്തെയാണ് അവർ വടകരയിൽ നിന്നും ഓടിച്ച്, വടകരയിലും ഭയമാണ്. കാരണം ഒരുപക്ഷെ അവിടെ വടകരയിൽ തോറ്റുപോകുമോ എന്ന ഭയം മുരളീധരനുണ്ട്, ഇവിടെ തൃശ്ശൂരിൽ തോൽക്കുമോ എന്ന ഭയം പ്രതാപനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുരളീധരനെ കൊണ്ടുവന്നുകൊണ്ട്, കാരണം അദ്ദേഹത്തിന്റെ K കരുണാകരന്റെ ഒരു തട്ടകം എന്ന നിലയ്ക്ക് തൃശ്ശൂരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്കിനെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരി, മുരളീധരന്റെ സഹോദരി പത്മജ വന്നതോടുകൂടിയിട്ട് BJPയിലേക്ക് മാറുമോ എന്ന ഭയം, തോറ്റുപോകുമെന്ന ഭയം, ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ കാര്യം. ഞാൻ തിരികെ എത്താം. ശ്രീ സലീം ചോലമുഖത്ത്, പേടിച്ചിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ, ആ രീതിയിൽ മുന്നേറുന്നു സുരേഷ് ഗോപി. ഈ പത്മജയുടെ വരവോടുകൂടി കൂടുതൽ സാധ്യത തുറക്കുന്നു BJPക്ക്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഏതെങ്കിലും തരത്തിൽ തോൽപ്പിക്കാനാവുമോ എന്ന് കൊണ്ട് പുറത്തു വരുന്നത്. നേരത്തെ രമേശ് പറഞ്ഞതുപോലെ തന്നെ പല വിഷയങ്ങളുണ്ട്, വയനാടടക്കം ഉള്ള വിഷയങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം വേണം താറടിക്കാൻ, ഇൻസൾട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത്തരം ട്രോളുകളൊക്കെ വരുന്നത് എന്ന് പറയുന്നിടത്ത് അതിലൊരു പരിഹാസമുണ്ട്. നോക്കൂ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ ഈ തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ ഇടതുപക്ഷം ആണ് ഈ സ്ഥാനാർത്ഥി, ഈ സഖാവ് VS സുനിൽകുമാർ ആണെന്ന് പ്രഖ്യാപിച്ചത് മുതൽ നിലവിൽ ആ മണ്ഡലം കൈവശം വെച്ചിട്ടുള്ള UDFും അതുപോലെ അത് ഇത്തവണ പിടിക്കാമെന്ന് ആഗ്രഹിക്കുന്ന, മോഹിക്കുന്ന BJPയും ഒക്കെ അങ്കലാപ്പിലായിട്ടുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ്. അപ്പോൾ ശ്രീ സുരേഷ് ഗോപിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള വിടുവായത്തങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ ബോധമുള്ള പൗരൻ, ഒരു സാധാരണ മനുഷ്യൻ പറയാൻ മടിക്കുന്ന തരത്തിലുള്ള ജൽപ്പനങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം നമുക്കറിയാം ഈ മലയാളികൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ഒരു സിനിമാ താരമായിരുന്നു. അതിന്റെ അദ്ദേഹം ഇപ്പോഴും കരുതുന്നത്, ഈ താരം എന്ന് പറഞ്ഞാൽ താരത്തിന്റെ സ്ഥാനം ആകാശത്താണല്ലോ. അപ്പൊ അദ്ദേഹം ഇപ്പോഴും കരുതുന്നത് അദ്ദേഹം ആകാശത്താണ്, ജനങ്ങളിൽ നിന്ന് എത്രയോ ദൂരെയാണ്, ഇദ്ദേഹത്തിന് എന്തോ പ്രത്യേക പരിവേഷമുണ്ട് എന്നുള്ള മിഥ്യാധാരണയിലാണ് ശ്രീമാൻ സുരേഷ് ഗോപി ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾ ഇപ്പൊ നടത്തുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രക്രിയയെ ഏറ്റവും അടിത്തട്ട് മുതൽ ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം, സാധാരണക്കാരായിട്ട് ജനങ്ങൾ വരെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരോട് പെരുമാറുമ്പോൾ ഒരു 150 200 കൊല്ലം പുറകിലിരുന്ന് എനിക്കൊരു അടുത്ത ജന്മത്തിൽ എനിക്ക് ഇന്നതാവണം, ബ്രാഹ്മണനാവണം എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ സാധാരണ മനുഷ്യരെ പ്രജകൾ എന്നൊക്കെ പറഞ്ഞ്, എന്ന് വെച്ചാൽ ഇദ്ദേഹം ആളുകളെ പ്രജകൾ എന്ന് സംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ഒരു രാജാവാണെന്നുള്ളതാണ്. അപ്പൊ ഏതോ സ്വപ്ന ലോകത്താണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം BJPയിൽ വരുന്ന, നമ്മൾക്കറിയാം BJPയില് ഈ കേരളത്തിൽ നിന്ന് പോലും BJPയിലേക്ക് വന്നിട്ടുള്ള ചില ആളുകളെങ്കിലും BJPയിൽ ചേർന്നത് മുതൽ ഇങ്ങനെ നിരന്തരമായിട്ട് വിഡ്ഢിത്തങ്ങളും വിടുവായത്തങ്ങളും വിളിച്ചു പറയാന്നുള്ളത് ശൈലിയാണ്. അതൊരു പക്ഷേ അവരുദ്ദേശിക്കുന്നത് ഇതുപോലെ ഇപ്പോ ഇദ്ദേഹം പറയുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹം ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതും അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണോ എന്ന് നമ്മൾ ആലോചിക്കണം.
കാരണം ഇങ്ങനെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഈ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ള കുടിലതന്ത്രം ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോ നമുക്കറിയാം ഈ സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അവിടെ കോൺഗ്രസ് UDF-നും BJP-ക്കും യാതൊരു തരത്തിലുള്ള പ്രതീക്ഷ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഏതു വിധമാണ് സഖാവ് സുനിൽകുമാറിനോട് പെരുമാറുന്നത് എന്നുള്ളത് ദിവസേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. തങ്ങളിൽ ഒരുവൻ എന്ന പോലെ തന്നെ എല്ലാ തരത്തിലും സ്നേഹവായ്പകളോടെ അത്രയധികം കരുതലോടുകൂടിയാണ് ആ സുനിൽകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥിയെ അവർ കാണുന്നത്. അപ്പോ ഒരു തരത്തിലും ഇത്തവണ തൃശ്ശൂര് മറ്റാരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു അങ്കലാപ്പ് കൂടി. പക്ഷേ ശ്രീ ചോലമുഖത്ത് ഞാൻ ചോദിക്കുന്നത്, പല രാഷ്ട്രീയക്കാരും കപട വിനയം ജനങ്ങളുടെ ഇടയിൽ കാണിക്കുന്ന ഒരു ശീലമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ അല്പം കൂടി പച്ചയായിട്ടുള്ള ഒരു സമീപനം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ ചില ശൈലികളൊക്കെ ആ തരത്തിലാണ്. അങ്ങനെ ഉള്ള ഒരു വാദമുണ്ടല്ലോ, അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല? അല്ല, അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഈ മനുഷ്യനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അവരങ്ങനെ BJP-യും സംഘപരിവാറും അങ്ങനെ ഒരു നറേറ്റീവിലൂടെ ഈ സുരേഷ് ഗോപിയെ വെളുപ്പിച്ചെടുക്കാം എന്ന് അവരൊരു പക്ഷെ കരുതുന്നുണ്ടാകാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഈ വിഡ്ഢിത്തം കൊണ്ട് അതെല്ലാം പാഴായി പോകുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ പ്രസ്താവനയും ഓരോ ഇടപെടലും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പ്രായോഗികമായ യാതൊരു ധാരണയുമില്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ള പ്രാഥമികമായ ബോധം പോലും ഇല്ലാതെ ഇദ്ദേഹം ഏതോ കൊമ്പത്തുനിന്ന് പൊട്ടിയിറങ്ങിയതാണ്, ആകാശത്തുനിന്ന് ഇറങ്ങി വന്നതാണ് എന്നുള്ള ധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള മലയാളികളോട് ഇടപെടുമ്പോ അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അതാണ് ഇപ്പൊ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടുകൂടി രമേശ് മറുപടി പറഞ്ഞു. ഞാൻ അജിലേക്ക് പോവാം. രമേശ് പറഞ്ഞോളൂ. CPM-ന്റെ നേതാവ് ആരാ പറയുന്നത്? മാന്യത പറയുന്നത് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ പേരിൽ പരനാറി എന്ന് വിളിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന പാർട്ടിയുടെ ആളാ പറയുന്നത്. ഒപ്പം മാധ്യമ പ്രവർത്തകരെ കിടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടിയിറക്കിയ ആളാ പറയുന്നത്. സ്വന്തം അണികള് ഒന്ന് മഴ പെയ്ത സമയത്ത് ഒന്ന് ഒതുങ്ങി മാറി നിന്ന് അല്ലെങ്കിൽ VS അച്യുതാനന്ദന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചപ്പോ മര്യാദ വേണം കേട്ടോ എന്ന് പറഞ്ഞ് അവരെ ചീത്ത വിളിച്ച പാർട്ടി മുഖ്യമന്ത്രി നാട്ടിലെ നേതാവ്, ആ പാർട്ടിയുടെ നേതാവാണ് വന്നിരുന്നത്. സുരേഷ് ഗോപി അദ്ദേഹം എന്തായാലും സിനിമയിലായാലും അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇമേജ് ഭയവിഹ്വലതയിലാണ് കോൺഗ്രസ്. പ്രയോഗങ്ങൾ കർണാടകയിലെ നിങ്ങളുടെ MLA-മാരാണ് അസംബ്ലിയിൽ ഇരിക്കുമ്പോ എന്താണ് കണ്ടത്? നമ്മളെല്ലാം കണ്ടതാ. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ദയവായിട്ട് അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാം. അതാണ് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട MLA-മാർ അസംബ്ലിയിൽ ഇത്ര അല്ല, നിങ്ങള് സലീമെ നിങ്ങള് പാനിക്കാവല്ലേ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് നോർത്ത് ഇന്ത്യയെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മത്സരിക്കാനായിട്ട് എല്ലാ സീറ്റിലും നിർത്തുവാനായിട്ട് MLA-മാരെ നിർത്തുവാനായിട്ട് പോലും പറ്റാത്ത, MP-മാരെ നിർത്താൻ പറ്റാത്ത കോൺഗ്രസിന്റെ ഒരു തണലിൽ നിൽക്കുന്ന വെറും ഒരു പുല്ല് പോലത്തെ ചെറിയൊരു മരം മാത്രമാണ് നിങ്ങൾ ഇന്ത്യ രാഷ്ട്രീയത്തിലെ. അതെ അജി, ഇപ്പോ രമേശ് ആക്രമിക്കുന്നത് CPM-നെ ആണെങ്കിൽ പോലും തുടങ്ങിയത്, നേരത്തെ പറഞ്ഞു തുടങ്ങിയത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിന്റെ ചങ്കിടിക്കുന്നു തൃശ്ശൂരിൽ. കോൺഗ്രസിന് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം കള്ള പ്രചാരണങ്ങൾ വരുന്നതെന്നാണ് അജി കുര്യക്കോസ്. അല്ല, ഞാൻ അജി കുര്യക്കോസിലേക്ക് വരാം. രമേശ്, ഇത് കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം പറയാം. ഈ എള്ളുണങ്ങുമ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ പ്രാണികൾ കിടന്ന് വെറുതെ കിടക്കും. അതിനകത്ത് അത് ഉണങ്ങിയിട്ടൊരു കാര്യമില്ല. എള്ളുണങ്ങിയാൽ എണ്ണ കിട്ടും. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവിടുത്തെ MP ആവും. ശ്രീ K മുരളീധരൻ തൃശ്ശൂരിലെ MP ആകാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഇപ്പോ ശ്രീ VS സുനിൽകുമാറിനെ കുറിച്ചും പറഞ്ഞു, സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒരു എള്ളാണ്. ഈ എള്ള് ഉണങ്ങുമ്പോൾ അതിൽ കിടന്ന് ഈ കുറിഞ്ചാത്തന്മാര് വെറുതെ കിടന്ന് ഉണങ്ങിയിട്ട് കാര്യമില്ലാന്ന് എനിക്ക് പറയാനുള്ളത്. എന്റെ അവസരത്തിൽ
അവിടുന്ന് ആർക്കാ എണ്ണ കിട്ടിയത് നമുക്കറിയാം. എന്റെ അവസരത്തിൽ നിയമത്തെ ഇതേ മുരളീധരൻ ഇതേപോലെ ആർക്കാണ് എണ്ണ കിട്ടിയെന്ന് അറിയാലോ. അപ്പൊ എന്റെ അവസരത്തിൽ കയറി പറയണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി VS സുനിൽകുമാറാണ് എതിർപക്ഷത്ത്. പത്മജ വേണുഗോപാലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ സുരേഷ് ഗോപി വിജയം സുനിശ്ചിതമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് പരമാർത്ഥമാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം അതിനുശേഷം ശ്രീ K മുരളീധരൻ വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്തിരുന്ന സംഭവമാണത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി വളരെ വ്യക്തമായി രാഷ്ട്രീയം കാണുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അവിടെ ആരൊക്കെ ജയിക്കണം, ആരൊക്കെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീ K മുരളീധരൻ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ, ഞാൻ ഇന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണ്. നിങ്ങളെല്ലാം ഗൾഫിലല്ലേ ഇരിക്കുന്നത്, ഞാൻ തൃശ്ശൂരിലാണ് ഇരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് തൃശ്ശൂരിലെ ട്രെൻഡ് മൊത്തം മാറി മറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ ആദിവാസി കോളനി പോയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് പ്രജകളെ കൊണ്ടുവരണം. ഈ പ്രജകൾ എന്താണ് ഇത് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു രാജാവായി മാറി. നേരത്തെ ശ്രീ സലീം പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്. അദ്ദേഹം ഒരു രാജാവായി മാറിയത് ഇന്നല്ല, കഴിഞ്ഞ 5 വർഷമായിട്ട്. അതിനിടയ്ക്ക് 2 തവണ ശ്രീ നരേന്ദ്രമോദി ഇദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് തൃശ്ശൂരിൽ വന്നപ്പോൾ അദ്ദേഹം കരുതിയത് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു തരം വീർപ്പിച്ച ബലൂണാണ്. ശ്രീ നരേന്ദ്രമോദി ആയാലും ശ്രീ സുരേഷ് ഗോപി ആയാലും പുതിയ വീർപ്പിച്ച ബലൂണാണ്. അതിനകത്തേക്ക് ഒരു മുള്ളു കുത്തിയാൽ പൊട്ടിത്തെറിക്കുന്നതാണ്. ഈ ശ്രീ നരേന്ദ്രമോദി എന്താ പറയുന്നത്? മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. മോദിയുടെ ഗ്യാരണ്ടി അല്ല. മോദി എന്ന് പറയുന്നത് ഒരു 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 പ്രസ്ഥാന ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ ഒരു നേതാവ് മാത്രമാണ്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി ഒന്നുമില്ല. പ്രധാനമന്ത്രിക്ക് കീഴിൽ മറ്റു മന്ത്രിമാരുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് സുരേഷ് ഗോപിയെ പോലുള്ള വ്യക്തി പഠിച്ചിരിക്കുന്നത്. എന്റെ ഗ്യാരണ്ടി, അതായത് അതിനകത്ത് ഇന്ന് ഓരോ പോസ്റ്ററിലും കാണിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി, ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഹു ഈസ് ഹി? അപ്പൊ ഈ മോദിയുടെ ഗ്യാരണ്ടി മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു ആഘാതമാണ്, ഒരു പ്രഹരമാണ് ശ്രീ K മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള വരവ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് സമനില തെറ്റി, അദ്ദേഹത്തിന് മനോനില തെറ്റി. അദ്ദേഹം രാജാവായി കൊണ്ടതിനാണ് ഇപ്പിരിക്കുന്നത്. കൊച്ചി തിരുവിതാംകൂർ രാജാവിനെ കുറിച്ച് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് നമ്മൾ ഈ പ്രജാ സിസ്റ്റം നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതാണ് രമേശ് മന്നത്ത്, അതാണ് അതിനകത്തൊരു ഭീഷണി ഉണ്ടെന്ന് കൂടിയാണ് സാംസ്കാരിക നായകർക്ക് തോന്നുന്നത്. പൗരന്മാരെ വീണ്ടും നിങ്ങൾ എന്താ പ്രജകളാക്കാൻ നടക്കുകയാണോ? നിങ്ങളൊരു സ്വേച്ഛാധിപത്യത്തിനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണോ? ജനാധിപത്യപരമായിട്ട് പെരുമാറുന്നതിന് പകരം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരെ ശാസിക്കുകയോ തല്ലുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യും, അതൊക്കെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സന്ദേശം പുറത്തേക്ക് നൽകുന്നില്ല. എന്തായാലും അല്ല, ഞാൻ അതിന് മുമ്പ് 2 കാര്യം പറഞ്ഞോട്ടെ. സുരേഷ് ഗോപിയെ പറ്റി ഇപ്പോ സജീവ് കുര്യാക്കോസ് പറഞ്ഞു അവിടെ മുരളീധരൻ വന്നപ്പോ ഭയങ്കര വിപ്ലവമാണ്. കഴിഞ്ഞ 5 വർഷം അവിടുത്തെ MP അല്ലാതിരുന്നിട്ടും അവിടെ തൃശ്ശൂരിന് വേണ്ടി ശ്രീ സുരേഷ് ഗോപി ചെയ്ത കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സ്വീകരിക്കുന്നത്. അത് അവിടുത്തെ മാർക്കറ്റിലായാലും ശരി, തൃശ്ശൂർ ശക്തനമ്പുരാൻ മാർക്കറ്റ് മുതൽ കരിവെന്നൂർ ബാങ്കിന്റെ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ, അവിടുത്തെ കോസ്റ്റൽ ബെൽറ്റിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസന പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ. അജയ് ചേട്ടൻ സംസാരിക്കാതിരിക്കും. നിങ്ങൾ മറുപടി പറയുമ്പോൾ നിങ്ങൾ 2 ആളും തന്നെ ഇങ്ങനെ വറീഡാവണേ. നിങ്ങൾ പേടിച്ചിരിക്കണം, ഞങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ നാട്ടുകാരെ അറിയിക്കില്ലേ? നിങ്ങൾ പേടിച്ചിരുന്നാ പോരെ? ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. ഇപ്പോ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് അതിന് മറുപടിയായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്നും അവിടെ അദ്ദേഹം ജയിച്ചു വരുമെന്നും ഒപ്പം തന്നെ പാർട്ടിയുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അത് വോട്ടായിട്ട് വരുമെന്ന ഇവരുടെ ഭയം, ഇവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളിൽ ഇവർ മനസ്സിലാക്കിയിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ താറടിച്ചു കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വോട്ട് നേടുക എന്ന ശ്രമത്തിലേക്ക് ഇവരെത്തിയിരിക്കുന്നത്. അത് തൃശ്ശൂരിലെ ജനങ്ങൾ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും മറുപടി കൊടുക്കും. സുരേഷ് ഗോപി ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയായിട്ട് തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകുന്ന സംശയമില്ല. ഒരു വീർപ്പിച്ച അജയ് കുര്യാക്കോസ് വീർപ്പിക്കാത്ത ബലൂണായിട്ട് നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? രാഹുൽ യുവാവിന്റെ നേതാവ് കൊണ്ടു നടക്കുന്ന അദ്ദേഹം 50 വയസ്സായ ആളാണ്. ഇനി 3ാമത്തെ കാര്യം
സാംസ്കാരിക നായകർ ഇവർ കേരളത്തിലെ പാവപ്പെട്ട പറഞ്ഞോളൂ സമയമില്ല പറഞ്ഞോളൂ സലീം. അല്ല ഇവിടെ സുരേഷ് ഗോപി അതിന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യം ഇദ്ദേഹം MP ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടണം, എന്നാലല്ലേ കേന്ദ്രമന്ത്രിയാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇദ്ദേഹം ഇതിനു മുമ്പ് 6 വർഷം രാജ്യസഭാ മെമ്പർ ആയിരുന്നു. അന്ന് വേണമെങ്കിൽ അന്ന് എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിയാക്കിയില്ല? അപ്പൊ ആട്ടിക്കൊണ്ട് പോകുമ്പോ പിണ്ണാക്ക് കൊടുക്കാത്ത ആളുകള് വീട്ടിൽ വന്നാൽ എണ്ണ കൊടുക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാണ്? ഒന്ന്. പിന്നെ രണ്ടാമത്, ഈ സുരേഷ് ഗോപിയെ ഇതിനു മുമ്പ് തന്നെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി തോൽപ്പിച്ചതാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ. അപ്പൊ ഇത്തവണ തീർച്ചയായിട്ടും അവിടെ തൃശ്ശൂരിൽ ഇടതുപക്ഷം തന്നെ ഏതായാലും അവകാശവാദങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. എല്ലാ കണ്ണുകളും തൃശ്ശൂരിലേക്ക് കൂടി തന്നെയാണ്. നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കടന്നാൽ പ്രവർത്തകരെ ഈ രീതിയിൽ ശാസിച്ച സുരേഷ് ഗോപിയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണോ എന്ന് പ്രേക്ഷകരോട് ചോദിച്ചു. അതേ എന്ന് 53% പ്രേക്ഷകർ, അല്ല എന്ന് 47% പ്രേക്ഷകരും അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതിന് അനുവദിച്ചുള്ള ട്രോളുകളും മറു പ്രതികരണങ്ങളും ഒരുപോലെ സജീവമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. സമയം തീർന്നതുകൊണ്ട് വീണ്ടും അതിഥികളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഒപ്പം രമേശ് മനത്ത് ഗൾഫ് 18 ചേർന്നത്. പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.